പതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മാറ്റിവെച്ചു. 71 ലക്ഷം രൂപ പരാതിക്കാർക്ക് നൽകിയിരുന്നതായും നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കേസിൽ ആരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തന്നെയാണ് അനന്തുവിനായി ഹാജരായത്. കഴിഞ്ഞാൽ അനന്തുവിൻ്റെ കേസുകളൊക്കെ ഞാൻ തന്നെ നോക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അനന്തു കൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു എന്ന് യാതൊരു തെളിവും പോലീസിൽ കാണിക്കാതെ കളവായി പറഞ്ഞ ഒരു FIR ആണ്. പോലീസ് എടുത്ത കേസിൽ വലിയ അനാസ്ഥകളുണ്ട്. ഇനി ഈ പ്രമീളയും റെജിയും കൂടെ ചേർന്ന് പറയുന്ന സൊസൈറ്റി, അത് മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി, ഈ സീഡ് സൊസൈറ്റിയുടെ കണക്കുകൾ ഞാൻ നോക്കുമ്പോൾ അവർക്ക് ആകെ തിരിച്ചു കൊടുക്കാനുള്ളത് 55 ലക്ഷം മാത്രമാണ്. 7.5 കോടിയുടെ കണക്ക് എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് അവർ തന്നെ തെളിയിക്കേണ്ടി വരും. അനന്തു കൃഷ്ണൻ്റെ അക്കൗണ്ട് വളരെ ട്രാൻസ്പാരൻറ്റും സത്യസന്ധവുമാണ്. കിട്ടിയ പൈസയിൽ നിന്നെല്ലാം ബിസിനസ് ചെയ്തതിൻ്റെ കണക്കുണ്ട്. ഇനി അനന്തു കൃഷ്ണൻ പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും ഈ CSR ഫണ്ടുകളുടെ കാര്യത്തിലും NGOസിൻ്റെ എല്ലാവരുടെയും പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്ന കാര്യത്തിലും വലിയ കമ്പനികളുമായി കോൺടാക്റ്റ് ചെയ്ത് NGOസിന് CSR ഫണ്ട് കൊണ്ടുവരുന്ന കാര്യത്തിലും അനന്തു കൃഷ്ണൻ ശ്രമിക്കും. കാരണം അനന്തു കൃഷ്ണൻ ഇത് നന്നായി പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ യുവാക്കളിൽ CSR ഫണ്ടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ച് പറയാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ അനന്തു കൃഷ്ണനാണ്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇപ്പോൾ ലാലി വിൻസെന്റ് കോടതിക്കകത്തും പുറത്തുമൊക്കെ അനന്തു കൃഷ്ണനെ ന്യായീകരിക്കുന്നുണ്ട്. കോടതിക്കകത്ത് അനന്തു കൃഷ്ണന്റെ അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവർക്കത് പറയേണ്ടി വരും. മാധ്യമങ്ങളോട് പറയുന്നതിൽ ഒരു ഡയറിയുടെ കാര്യം പറയുന്നുണ്ട്. ഈ ഉയർന്നു വന്ന ഈ പണം മേടിച്ച രാഷ്ട്രീയക്കാരുടെ കാര്യമൊക്കെ പറയുന്ന ഡയറി അത് കണ്ടെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ പുറത്തു പറയുന്നത് ഏതെങ്കിലും ഒരു മുന്നറിയിപ്പാണോ, അതോ അതിന്റെ വിവരങ്ങൾ പോലീസിൽ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ പുറത്തു വരും എന്നാണോ പറയുന്നത് ലാലി വിൻസെന്റ്? വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ അനന്തു കൃഷ്ണന്റെ പ്രൈവറ്റ് ഡയറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെന്നും ആ ഡയറിയിൽ പണം കൊടുത്തവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു. അത് സ്ഥിരീകരിക്കുകയാണ് ലാലി വിൻസെന്റ്. ആ ഡയറിയിൽ പലരുടെയും പേരുകളുണ്ട്. പുറത്തു വന്ന പേരുകൾ എല്ലാം വെറുതെ അല്ല എന്നവർ പറയുമ്പോൾ അതിൽ അവരുടെ പാർട്ടിക്കാരുടെ ഉൾപ്പെടെയുള്ള പേരുകളുണ്ടോ എന്ന് പറയാത്തത് അഭിഭാഷക എന്ന നിലയിൽ മാത്രമാണ് എന്നവർ പറയുന്നു. അവർക്ക് 46 ലക്ഷം രൂപ ലഭിച്ചത് അത് അവർ വക്കീൽ എന്ന രീതിയിൽ വാങ്ങിയ പണമാണ് എന്നുള്ളതും അവർ പറയുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ആ ഡയറിയിൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലാലി വിൻസെന്റ് പങ്കുവെക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഹാജരായത് മറ്റൊരു അഭിഭാഷകനാണ്. പക്ഷേ ആ കേസ് നടത്തുന്നതെല്ലാം താൻ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പുറത്തിറങ്ങിയാൽ ഇനിയും CSR ഫണ്ടിന് വേണ്ടി ശ്രമിക്കും. CSR ഫണ്ടിനെ കുറിച്ച് പഠിച്ച ഏറ്റവും മികച്ച ഒരാളാണ് അനന്തു കൃഷ്ണൻ എന്ന് പറയുന്നതും കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് ആണ്. പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ, ഈ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട കാര്യത്തിൽ ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ല എന്നും അവർ വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട്. തൻ്റെ ജീവൻ ഭീഷണിയുണ്ട്, പലരും ഫ്ളാറ്റ് തിരക്കി വരുന്നു എന്നുള്ള കാര്യങ്ങളും അവർ പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന അനന്തകൃഷ്ണന്റെ ഡയറിയിൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതിന്റെ തെളിവുകളുണ്ട് എന്ന് പറയുന്നത് അവരുടെ അഭിഭാഷക തന്നെയാണ്. അത് കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ ആ തെളിവ് ഹാജരാക്കുന്ന സമയത്ത് ഈ പേരുകൾ എല്ലാം പുറത്തു വരുമെന്നാണ് അവർ പറയുന്നത്. ഈ കേസിൽ നേരത്തെ മുതൽ പറഞ്ഞു കേട്ട പല പേരുകളും ആ ഡയറിയിലുണ്ട്. അതിനെ സ്ഥിരീകരിക്കേണ്ടത് അത് കോടതിയിൽ എത്തുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ താൻ അത് പറയുന്നില്ല, തന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നു. കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്തു വരുമെന്നുള്ള കാര്യം, അനന്തു കൃഷ്ണന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരുടെ പേരുകൾ പുറത്തു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് അനന്തു കൃഷ്ണന്റെ അഭിഭാഷക തന്നെ വ്യക്തമാക്കുന്നത്. വിജയകുമാർ, അശോകയിൽ നിന്ന് ഡയറി കസ്റ്റഡിയിൽ എടുത്തു. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊരു സ്വകാര്യ ഡയറിയാണ്. അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്ന് ലാലി വിൻസെന്റ് വിശദീകരിക്കുകയാണ്. പോലീസിനറിയാം അത് കോടതിയിലെത്തും എന്നാണ് അഭിഭാഷക കൂടിയായ ലാലി വിൻസെന്റ് പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിയോ മുന്നറിയിപ്പോ ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ഡയറി പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുകയാണ് അനന്തു കൃഷ്ണന്റെ അഡ്വക്കേറ്റ് കൂടിയായ, ഈ കേസിൽ ആരോപണ വിധേയാണ്, പ്രതിയാണ് ലാലി വിൻസെന്റ്. പക്ഷേ അവരത് അത്തരമൊരു ഇടപാട് നടന്നതിന്റെ വിവരങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട് എന്നത് സ്ഥിരീകരിക്കുകയാണ്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്.